ഹലോ ഫ്രണ്ട്സ്, റോക്സ്റ്റാർ ശ്രീഹരിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പാലക്കാട്, അതായത് കടലില്ലാത്ത പാലക്കാട്ടിൽ വന്ന ഒരു ടൈറ്റാനിക് ഷിപ്പിൻ്റെ വിശേഷമാണ് പങ്കുവയ്ക്കാൻ പോകുന്നത്. നമ്മുടെ നാട്ടിൽ ടൈറ്റാനിക് ഷിപ്പ് വന്നു, വേറൊന്നുമല്ല, ഒരു എക്സിബിഷൻ, ടൈറ്റാനിക്കിൻ്റെ മോഡലുണ്ടാക്കിയ എക്സിബിഷൻ. ഇത് കാണാനാണ് വന്നിരിക്കുന്നത്. ഞങ്ങൾ വലിയ പ്രതീക്ഷയോടെ കൂടെ ഒന്നുമല്ല കേട്ടോ വന്നത്. പക്ഷെ വന്നപ്പോൾ ശരിക്കും ഞങ്ങൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. എന്താണെന്ന് വെച്ചാൽ ഫുൾ എക്സാക്റ്റ് ടൈറ്റാനിക്കിൻ്റെ ഒരു മോഡൽ റിപ്ലിക്ക ഇവിടെ ഉണ്ടാക്കി വെച്ചേക്കുകയാണ്. അപ്പോൾ എക്സാക്റ്റ് ടൈറ്റാനിക് നേരിട്ട് കണ്ടിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യമായിരിക്കും പ്രസക്തി ഉണ്ടാവുക. പക്ഷേ നമ്മൾ ഈ സിനിമയിലൊക്കെ കണ്ട ഒരു ടൈറ്റാനിക്കിൻ്റെ രൂപമാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ആ സിനിമയിലെ കഥാപാത്രങ്ങളും ആ സിനിമയിലെ ഓരോ സീൻസ് ഷൂട്ട് ചെയ്ത ഓരോ സിറ്റുവേഷൻസ് ഷൂട്ട് ചെയ്ത സ്ഥലങ്ങളും ഒക്കെയാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതേപടി തന്നെയുണ്ട്. ഞങ്ങൾക്ക് വളരെ അതിശയം തോന്നി. ഫ്ലക്സ് വർക്കിലും തെർമോകോൾ വർക്കിലൊക്കെയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ ഇത്രയും പെർഫെക്റ്റായിട്ട് എങ്ങനെ ഇത് ചെയ്യാൻ പറ്റുമെന്ന് ശരിക്കും അതിശയം തോന്നി. ഓരോ ഭാഗങ്ങളും ആ സിനിമയിൽ കണ്ട ഓരോ സീൻസൊക്കെയാണ് നമുക്ക് ഓർമ്മ തരുന്നത്. പുതിയ തലമുറയ്ക്ക് എത്രത്തോളം റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷേ നമ്മുടെയൊക്കെ ജനറേഷന് നമ്മളൊക്കെ കണ്ട സിനിമ, ഓസ്കാർ വിന്നിങ് ആയ മൂവി, അതിലെ ഓരോ സീൻസും ഓരോ സിറ്റുവേഷൻസും ഒക്കെ ക്രാഫ്റ്റഡ് ആയിട്ട് ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുമ്പോൾ ശരിക്കും ഒരു വലിയൊരു അത്ഭുതം തന്നെയാണിത്. ചെറിയ കോസ്റ്റിൽ, അതായത് ഒരു 80 രൂപ ടിക്കറ്റിന് നമ്മളൊരു ടൈറ്റാനിക് മൊത്തം നടന്ന് കാണുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇത് നല്ല കാര്യമാണ് കേട്ടോ. പിന്നെ ജാക്കും റോസും നിന്നൊരു സ്ഥലമാണ്. അവരുടെ ഒരു ഫ്ലക്സ് ബോർഡ് കൊണ്ട് ജാക്കും റോസും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ ഫ്രണ്ടിലെ ഡെക്കാണ് ഈ കാണുന്നത്. ഈ ചങ്ങലയടക്കം സെയിം ടു സെയിം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, തെർമോക്കോൾ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഇത് ഡ്രൈവേഴ്സ് ക്യാബിനാണ്. ക്യാപ്റ്റനൊക്കെ നിൽക്കുന്ന സീനൊക്കെ ഉണ്ടല്ലോ, ഡ്രൈവേഴ്സ് ക്യാബിൻ. ആ ക്യാബിനാണ് ഈ കാണുന്നത്. അപ്പോൾ ശ്രീപാർവതിയും ശ്രീഹരിയും എക്സൈറ്റഡ് ആയിട്ട് വണ്ടി ഓടിക്കുന്ന പോലെയൊക്കെ കയറി അതിനകത്ത് തകർത്ത് അഭിനയിച്ച് കളിക്കുന്നുണ്ട്. പിന്നെ ഈ ഇതിനകത്ത് കാണുന്ന ക്യാബിൻസും എല്ലാം സെയിം ടു സെയിം ആണ്. ഈ സ്റ്റെയർ കേസ്, അതിനകത്ത് റോസ് ജാക്കിനെ കാണാൻ പോകുന്നൊരു സ്ഥലമുണ്ട്. ശരിക്കും മേള് തട്ടിൽ നിന്ന് താഴെ തട്ടിലേക്ക് പോകുന്ന ഒരു വഴിയുണ്ട്. ആ വഴിയാണ് സെയിം ടു സെയിം ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അതിലൂടെ നടന്നിട്ടാണ് താഴെ പോയി താഴെയുള്ള ആളുകളോട് ഡാൻസൊക്കെ കളിക്കുന്നൊരു സീനുണ്ട്. ആ ഒരു സിറ്റുവേഷനിൽ വരുന്ന എല്ലാം സ്റ്റേഴ്സും അവിടെ ഡാൻസ് സീക്വൻസ് നടന്ന സ്ഥലവും എല്ലാം സെയിം ടു സെയിം ഉണ്ട്. പിന്നെ ഇതിൽ ഓരോ കഥാപാത്രങ്ങളും ഇവിടെ ഫോട്ടോ എടുത്തു വെച്ചിട്ടുണ്ട്. ഓരോ കഥാപാത്രങ്ങളുടെയും സിറ്റുവേഷൻസും ഫോട്ടോസും ഓരോ ഫ്രെയിം ടു ഫ്രെയിമായിട്ട് കാണുന്ന രീതിയിൽ നമുക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതുണ്ടോ, ഇവിടെ വരുമ്പോഴാണ്, ഇത് താഴത്തെ തട്ടാണ്. താഴത്തെ തട്ടിൽ വരുമ്പോഴാണ് അവിടെ ജാക്ക് നിൽക്കുന്നത്. പിന്നെ താഴത്തേക്ക് പോകുന്ന ഒരു സ്റ്റെയർ കേസും, പിന്നെ ഇവിടെ വെച്ചിട്ടാണ് ഡാൻസ് സീക്വൻസൊക്കെ നടത്തുന്നത്. പിന്നെ അതെല്ലാം മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ വന്നിരിക്കുന്ന ആ ഒരു ആംബിയൻസ് ലൈറ്റില്ലേ, ആ ലൈറ്റൊക്കെ സെയിം ടു സെയിം ആയിട്ട് തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഇതൊരു 3D വാൾപേപ്പറാണ്. നമുക്ക് അങ്ങോട്ട് മുന്നോട്ടുള്ള പോലെ തോന്നും, പക്ഷേ അതൊരു ഫ്ലക്സ് കൊണ്ടുണ്ടാക്കിയ 3D വാൾപേപ്പറാണ്. ഈവൻ ഫ്ലോറ് വരെ സെയിം ടു സെയിം ഫ്ലോറാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ടൈറ്റാനിക്കിൽ കാണുന്ന അതേ ഫ്ലോറ് തന്നെയാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. കാണുമ്പോൾ നല്ല രസമുണ്ട്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ചുമ്മാ ഒരു പുറമൂടി പോലെ ഒരു ഗിമ്മിക്സ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ നല്ല രീതിക്ക് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ അത് ജാക്ക് റോസിന് വരച്ച സ്ഥലം, പിന്നെ കേരളത്തിന് വേണ്ടിയിട്ട്, കേരളത്തിൻ്റെ സംസ്കാരത്തിന് വേണ്ടി ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. അതല്ലാതെ വേറെല്ലാം സെയിം ടു സെയിം ആണ്. ഇവിടെ ഇത് കാണുന്നത് ടൈറ്റാനിക് ഐസ്ബർഗിൽ ഇടിച്ച് മുങ്ങിയ സീനാണ്. ഇത് ടൈറ്റാനിക്കിൻ്റെ ചെറിയൊരു രൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ടൈറ്റാനിക് ഇടിച്ച് മുങ്ങിയ സമയത്ത് ജാക്കും റോസും ഇങ്ങനെ വെള്ളത്തിൽ പാറിക്കിടന്ന് ആ ലാസ്റ്റ് സീൻ അതുവരെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട്. പിന്നെ ടൈറ്റാനിക്കിൻ്റെ ഹിസ്റ്ററിയും, പിന്നെ ടൈറ്റാനിക് എക്സ്കവേഷന് പോയ ഒരു ക്രൂ, അപകടത്തിൽപ്പെട്ട ഒരു ക്രൂ ഉണ്ട്, ഒരു സബ്മറൈൻ വാഹനം.
അപകടത്തിൽപ്പെട്ട സബ്മറൈൻ വാഹനത്തിൻ്റെ ഡീറ്റെയിൽസും അതിൽപ്പെട്ട മരിച്ച ആൾക്കാരുടെ ഡീറ്റെയിൽസും എല്ലാം ഒരു ഡോക്യുമെൻ്ററി പോലെ വെച്ചിട്ടുണ്ട്. ഇത് ഈ കാണുന്നതാണ് റോസിൻ്റെ മാല. അപ്പോൾ അതെല്ലാം സിനിമയുടെ ആംബിയൻസിൻ്റെ ഭാഗമാണ്. അതെല്ലാം ഇവിടെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഈ സബ്മേഴ്സിബിൾ വെഹിക്കിളിൻ്റെ പേര്. ഈ വെഹിക്കിളാണ് ഒരു 2-3 ഇയേഴ്സ് മുമ്പ് അപകടത്തിൽപ്പെട്ടത്. പിന്നെ ഇതിൻ്റെ ടൈറ്റാനിക്കിൻ്റെ ഐസ്ബർഗിൻ്റെയൊക്കെ ഓർമ്മയ്ക്കായിട്ട് തൊട്ടടുത്തൊരു സ്നോ എക്സിബിഷൻ പോലെ ഒരു ചെറിയ പാർക്ക് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് എക്സ്ട്രാ ടിക്കറ്റ് എടുക്കണം. സ്നോ അല്ല ആക്ച്വലി, ഇത് ഫോമാണ്. കുട്ടികൾക്കൊക്കെ ഒരു സ്നോയുടെ പ്രതീതി ഉണ്ട്. നല്ല AC ഇട്ട് അതിനകത്ത് ഫോമാണ് അവർ ഇങ്ങനെ അടിക്കുന്നത്. കുട്ടികളൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മുതിർന്നവർക്കാലും കുട്ടികളാണ് കൂടുതൽ എക്സൈറ്റഡ് ആണ്. പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്, നല്ല തമിഴ് പാട്ടൊക്കെ വെച്ച് ഡാൻസ് കളിക്കുക പിള്ളേരൊക്കെ. അതിനകത്ത് ഒരു കൊച്ചു കുട്ടിയെ കണ്ടു, ഫുള്ള് ഫോമായിട്ട് അതിൻ്റെ നടുക്ക് കിടന്ന് ഡാൻസ് കളിക്കുന്ന കുട്ടിയെ. പാറുവും മോശമല്ല, അത്യാവശ്യം ഫോമൊക്കെ എടുത്ത് കളിക്കുന്നുണ്ട്. ശ്രീഹരി കുറച്ച് നാണം കുടുങ്ങിയാണ്, അതുകൊണ്ട് കുറച്ച് മാറി നിന്നൊക്കെയാണ് കളിക്കുന്നത്. ഈ ഫോമൊക്കെ എത്രത്തോളം ഹെൽത്തി ആണെന്ന് അറിയില്ല, പക്ഷേ കൊള്ളാം, നല്ല രസമുണ്ട് മൊത്തത്തിൽ. കുറച്ച് നേരം ഈ ഒരു സാഹചര്യം ഒന്ന് എൻജോയ് ചെയ്തിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഇന്നത്തെ കൊച്ചു വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ച, ഞങ്ങൾക്ക് സപ്പോർട്ട് തന്ന എല്ലാവർക്കും നന്ദി. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. കീപ്പ് ഓൺ സപ്പോർട്ടിങ് അസ്. പിന്നെ കൗതുകമുണർത്തിയ ഒരു വാഹനമാണിത്. പഴയ മഹീന്ദ്രയുടെ വെഹിക്കിളാണ്. കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നിയപ്പോൾ വീഡിയോ എടുത്തതാണ്, ആരുടെയാണെന്നറിയില്ല. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. പ്ലീസ് സപ്പോർട്ട് അസ്. ബൈ ബൈ.